ഹായ്, ദിസ് ഇസ് ബെൻസൺ പോൾ. വെൽക്കം ടു പോസ്റ്റ് മാർക്ക് സെഷൻ. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് എസ്പെഷ്യലി നിഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടായിരുന്നു. അതിനുശേഷം ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ടോട് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു. ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയേക്കുന്ന അതേ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ് നിഫ്റ്റി ഇന്നും കൺസോളിഡേറ്റ് ചെയ്തേക്കുന്നത്. 22,500 ഏറ്റവും കൂടുതൽ പുട്ടോയി ബിൽഡപ്പ് ഉള്ളതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 22,500 തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് നിഫ്റ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നത്തെ 2 ദിവസം മുന്നേ നോക്കുന്ന സമയത്ത് നല്ലൊരു ഹ്യൂജ് ഗ്യാപ് ഡൗണിന് ശേഷമാണ് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി 22,500 സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ 22,700 എന്ന് പറഞ്ഞത് സ്ട്രോങ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പൊ ആ മേജർ ആയിട്ടുള്ള ലെവൽസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ എന്റെ വ്യൂ പ്രകാരം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി കുറച്ചധികം ഈ ഷോർട്ട് സ്പാനിൽ വീണിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവർ സോൾഡ് ആണോ ഇപ്പൊ കറന്റ് എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിക്കുന്നത് ഒരു പുൾ ബാക്കിന് ശേഷമുള്ള സെൽ ഓഫ് ആണ് ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അത് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം മൂവിംഗ് ആവറേജ് 2 hour ടൈം ഫ്രെയിം ഒക്കെ നോക്കുവാണെങ്കിൽ 50 മൂവിംഗ് ആവറേജ് കുറച്ചധികം മോശമില്ലാത്ത ദൂരത്തിലാണ് നമ്മളുടെ പ്രൈസസ് നിൽക്കുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു മീൻ റിവേഴ്സൽ ഒക്കെ നടക്കാറുണ്ട്. അങ്ങനെയാണ് നോക്കി തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് മന്ത്ലി എക്സ്പയറും കൂടി ആയിരുന്നു. അപ്പൊ ഇന്നത്തെ മോശമില്ലാത്തൊരു പ്രോഫിറ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഈ മാസം കഴിയുന്ന സമയത്ത് ഒരു 2.5% പ്രോഫിറ്റിലാണ് ഈ മാസം അവസാനിച്ചേക്കുന്നത്. നിങ്ങൾക്ക് മോശമില്ലാത്ത പ്രോഫിറ്റോ അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത മാസം നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയേക്കാളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കാണാനായിട്ട്. ഒരു ഇനീഷ്യലി മാർക്കറ്റിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്തെങ്കിലും അതിനുശേഷം ത്രൂ ഔട്ട് ഒരു 3 മണി വരെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഓപ്ഷൻ ബൈ ചെയ്തവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായി കാണുമെന്ന് എനിക്കറിയാം. അതിനുശേഷം 3 മണിക്ക് ഷാർപ്പ് സെൽ ഓഫ്, എക്സാക്ട്ലി 3 മണിയായപ്പോൾ ഷാർപ്പ് സെൽ ഓഫ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റി. അത് ആർക്കെങ്കിലും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെന്നുള്ളത് മാത്രമല്ല. പക്ഷെ അങ്ങനെ എളുപ്പമല്ല ആ ഒരു മൂവ് എക്സാക്ട്ലി പ്രഡിക്ട് ചെയ്യാനായിട്ട് അത്രയും ഒരു ലോങ് ആയിട്ട് കൺസോളിഡേഷന് ശേഷം. പിന്നെ അതേപോലെ തന്നെ നിഫ്റ്റിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ആണ് ഇന്ന് ഏറ്റവും ശക്തമായിട്ട് വീണേക്കുന്നത്. സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ 1.64%, മിഡ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 1.14% വീണിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം മാർക്കറ്റ് അപ്സൈഡിലേക്ക് റാലി ചെയ്യുകയാണെങ്കിലും ഏറ്റവും ശക്തമായിട്ട് മേലേക്ക് പോകുന്നത് മിഡും സ്മോൾ ക്യാപ്പാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രാഷ് ചെയ്യാൻ സാധ്യതയുള്ളതും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ആണ്. അപ്പോൾ അതിൽ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ SIP ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ്. ആ ഒരു കാര്യം. അതിന്റെ കൂടെ തന്നെ ഇന്ത്യ വിക്സ് ഇന്നും നോക്കുകയാണെങ്കിൽ 2.97% ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഇതുപോലെ ഒരു ശക്തമായിട്ടുള്ള സെൽ ഓഫ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഫിയർ കൂടുകയും ഒരു 15 മേലെയൊക്കെ ഇന്ത്യ വിക്സ് റൈസ് ചെയ്യണമെന്നും കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണോ 15 താഴെ 13.3 ഇന്ത്യ വിക്സ് നിൽക്കുന്നുള്ളൂ. അപ്പോ അതൊരു ശുഭസൂചനയാണോ എന്നുള്ളത്, അതായത് മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്യാൻ പോവുകയാണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാം, അങ്ങനെ ഒരു ശുഭദിനത്തിനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന കാര്യം ഓൾ ടൈം ഹൈ റെക്കോർഡ് ഹൈ ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോകണമെന്നാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് ഒന്ന് സെൽ ഓഫ് തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത്രയും ഓൾ ടൈം ഹൈയിൽ പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് പതിവുള്ളത് തന്നെയാണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ ആയിരിക്കും ഗോൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബിറ്റ് കോയിനിലാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ മാസം തൊട്ടിട്ട് മാർക്കറ്റ് ഒരു കൺസോളിഡേറ്റിംഗ് ഫേസിലായിരുന്നു ബിറ്റ് കോയിനിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ആ റേഞ്ച് സപ്പോർട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അത് ലിക്വിഡിറ്റി ഗ്രാബ് ആയിട്ട് തിരിച്ച് മേലേക്ക് കയറുമ്പോ ഇനി അതല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് ആയിട്ട് ഫോം ചെയ്യാന്നുള്ളത് കണ്ടെന്ന് അറിയണം. പക്ഷെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ബിറ്റ് കോയിനിൽ നടക്കുന്നുണ്ട്. അതൊന്ന് ഒബ്സർവ് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനിക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ കുറച്ചും കൂടി ഒരു പുൾ ബാക്ക് തന്നിട്ടുള്ള സെൽ ഓഫ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഷാർപ്പായിട്ട് പെട്ടെന്ന് മാർക്കറ്റ് വീണുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പ്രഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഷാർപ്പായിട്ട് സെൽ ഓഫ് സംഭവിക്കുകയാണെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഹാഫ് കൗണ്ടിൽ ട്രേഡ് ചെയ്യുക. അതല്ല ഒരു പുൾ ബാക്ക് ഒക്കെ തന്നിട്ട് നമുക്കറിയാം 6 ആഗ് വേർഷനിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ ഒരു 6 ആഗ് വേർഷനിലാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പഠിച്ചപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും. പഠിക്കാത്ത രീതിയിൽ വരികയാണെങ്കിൽ മാറി നിൽക്കാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.
താങ്ക്